നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവാണ്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ബോൺസൊക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൽ ഒരുപാട് മിനറൽസും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഫൈബർ അടങ്ങിയുകൊണ്ട് ഡൈജഷനൊക്കെ ഇത് വളരെ നല്ലതാണ്. പിന്നെ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പുമാവ് കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എത്ര വേണ്ടെങ്കിൽ എടുത്തോളൂ. ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നാടൻ ഇഞ്ചിയാണ്, അതുകൊണ്ടാണ് ഇത്രയും. നാടൻ അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തോളൂ. പിന്നെ ഒരു 2 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കഴുകി എടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോഴാണ് ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ച കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ കാഷ്നട്ട് ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഉപ്പുമാവിന്. ഇപ്പോൾ ഇതാ കാഷ്നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പിൻ്റെയും ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സവാള പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ആ ഇഞ്ചിയും അതുപോലെ പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സവാളയുടെയൊക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കഷ്ടി ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്കൊരു 1-2 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട. പിന്നെ ഈ ഉപ്പുമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ടി ഒരു 1 കപ്പോളം ചോളം കമ്പാറവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടതിന് ശേഷം ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് സാധാരണ നമ്മുടെ റവയുടെ വേവല്ല, അതിനേക്കാട്ടിലും കുറച്ചുകൂടി വേവുണ്ട് ഈ ചോളത്തിൻ്റെ റവയ്ക്ക്. സാധാരണ റവയാകുമ്പോൾ ഒന്ന് തിളച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും. പക്ഷേ ഇതിന് കുറച്ചുകൂടി വേവുണ്ട്. ഒരുപാട് വേവൊന്നുമില്ല, കുറച്ച് വേവുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഉപ്പുമാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. റവേനേക്കാട്ടിലും ചെറിയൊരു കുറച്ച് കൂടുതൽ വേവേ ഉള്ളൂ. ഇപ്പോൾ ഉപ്പുമാവിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ അയഞ്ഞിട്ട് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ ഉപ്പുമാവാകുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആയാലല്ലേ കൂടുതൽ നല്ലത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പിടി ചെറിയൊരു പിടി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചിരവിയത് ഇടാതെയും ഇത് നല്ല ടേസ്റ്റാണ്. തേങ്ങയൊക്കെ ചിരവിയത് ഇടുമ്പോൾ നമ്മുടെ ഉപ്പുമാവിന് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. തേങ്ങ ചിരവിയത് ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഇത് ഡ്രൈ ആക്കിയെടുക്കുക. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന റവ ചാമ ഇതിൻ്റെയൊക്കെ ഉപ്പുമാവ് ഉണ്ടല്ലോ, അതിനേക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ചോളത്തിൻ്റെ ഉപ്പുമാവിന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. ഇപ്പോൾ നമ്മുടെ ഉപ്പുമാവിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഉപ്പുമാവ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.